ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അതൊരു അസസ്മെന്റ് ഇയർ എന്ന് ഒരു ഇത് കാണിക്കാറുണ്ട്. ഈ അസസ്മെന്റ് ഇയറും ഫിനാൻഷ്യൽ ഇയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നമുക്കറിയാം, സാമ്പത്തിക വർഷം എന്നുള്ളത് ഒരു ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങി ഇത് അടുത്ത മാർച്ച് 31-ന് തീരുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഓടുന്ന സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്, ഇപ്പം നിലവിലുള്ള സാമ്പത്തിക വർഷം എന്നുള്ളത് 2024-25 അതായത് 24 ഏപ്രിൽ തൊട്ട് 25 മാർച്ച് വരെ നീണ്ടുപോകുന്ന ഒരു വർഷമാണ് സാമ്പത്തിക വർഷം, ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം. ഈ സാമ്പത്തിക വർഷത്തെ ഇൻകം നമ്മൾ ഫയൽ ചെയ്യുന്ന എപ്പോഴാണ്? ഈ ഇൻകം നമുക്ക് ഈ മാർച്ച് 31 കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വർഷത്തെ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയാണ് എൻ്റെ ഇൻകം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അത് കഴിഞ്ഞുള്ള വർഷമാണ് നമ്മൾ ഈ വർഷത്തെ ഇൻകം അസസ് ചെയ്ത് നമ്മൾ അടയ്ക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ഒരു വർഷത്തെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കഴിയണം? നമ്മൾ ഈ പറയുന്ന 25 മാർച്ച് കഴിഞ്ഞ് 25 ഏപ്രിൽ തൊട്ടാണ് നമുക്ക് 24-25 ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനാവും. അതുകൊണ്ടാണ് നമ്മൾ അസസ്മെന്റ് ഇയർ അടുത്ത വർഷം, നെക്സ്റ്റ് വർഷത്തെ അസസ്മെന്റ് ഇയർ, അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ആ വർഷമാണ് ആ തലേ വർഷത്തെ ഇൻകം ടാക്സ് അസസ് ചെയ്ത് നമ്മൾ അടയ്ക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് ഇതിനെ അസസ്മെന്റ് ഇയർ എന്നും തലേ വർഷത്തെ, അതായത് നമ്മൾ നിലവിലുള്ള ഫിനാൻഷ്യൽ ഇയറിനെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്.